പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ വൈസ്രോയിമാർ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോൺ ലോറൻസിനെ കുറിച്ചും അതോടൊപ്പം മയോ പ്രഭുവിനെ കുറിച്ചും ആധികാരികമായി തന്നെ പഠിച്ചു. എല്ലാ SCERT പുസ്തകത്തിലെ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആധികാരികമായി തന്നെ പഠിച്ചു. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നേ ദിവസം നമ്മൾ രണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിമാരെ കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഏറെ പരിചിതമായിരിക്കാം അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ. രണ്ട് നിങ്ങൾക്കധികം പരിചയമില്ലാത്തതും എന്നാൽ PSC പ്രാധാന്യത്തോടു കൂടി ചോദിച്ചു കാണുകയും ചെയ്ത രണ്ടാമത്തെ വ്യക്തി. ഒന്ന് നോർത്ത് ബ്രൂക്ക് പ്രഭു. രണ്ട് ലിട്ടൺ പ്രഭു. ഇതിൽ ലിട്ടൺ പ്രഭു നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? അതെ, നമുക്ക് ഈ രണ്ടുപേരെയും ഇന്നേ ദിവസം നമുക്ക് പഠിക്കാം. ആരംഭിച്ചാലോ? നോർത്ത് ബ്രൂക്ക് പ്രഭു 1872 മുതൽ 1876 വരെ ഭരണം നടത്തിയ വ്യക്തിയാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യ വൈസ്രോയി. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യ വൈസ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള ഭൂപ്രദേശത്ത് മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് കൂടി വ്യാപാര അനുമതി നൽകി എന്നർത്ഥം. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക്, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വ്യാപാര അനുമതി നൽകി എന്നർത്ഥം. അപ്പൊ സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ബ്രിട്ടീഷ് ആധിപത്യമുള്ള സ്ഥലത്ത് ബ്രിട്ടീഷുകാരല്ലാതെ മറ്റ് എല്ലാവരെയും വ്യാപാരത്തിനായി അനുവദിച്ചു എന്നർത്ഥം. ഇതേപോലെ ഒരു സെന്റൻസ് നമ്മൾ ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രിയ വിദ്യാർത്ഥികളെ? ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര വ്യാപാരത്തിന് പ്രോത്സാഹനം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയുമായിരിക്കും? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ആരെങ്കിലും പേര് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ക്ലൂ തരാം. സർക്കാർ ഓഫീസുകളിൽ ഞായർ ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചത് ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. പെൺശിശുഹത്യ നിരോധിച്ചത് ആ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു. ഗോൺസ് വർഗക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നരബലി നിരോധിച്ചത് അദ്ദേഹമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകിയത് ആ ഗവർണർ ജനറൽ ആയിരുന്നു. ആ ഗവർണർ ജനറൽ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് ഫസ്റ്റ്. അദ്ദേഹമാണ് 1846 പെൺശിശുഹത്യ നിരോധിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകി. സർക്കാർ ഓഫീസുകളിൽ ഞായർ ഒഴിവു ദിവസമാക്കി മാറ്റി. ഗോൺസ് വർഗക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നരബലി അമർച്ച ചെയ്യുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചത്? യെസ്. അപ്പൊ മറന്നുപോകരുത്, സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ ഹാർഡിഞ്ച് ഒന്നാമനും സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് നോർത്ത് ബ്രൂക്ക് പ്രഭുവുമാണ്. ക്ലിയർ ആണ്. 1872 കൂക്ക കലാപം അടിച്ചമർത്തി. കൂക്ക കലാപം അടിച്ചമർത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നോർത്ത് ബ്രൂക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താണ് ആദിവാസികളുടെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങൾ അല്ലെങ്കിൽ ഗോത്ര കലാപങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ ആധികാരികമായി പഠിക്കും. ഇപ്പൊ തൽക്കാലം കൂക്ക കലാപം അടിച്ചമർത്തിയത് ആരാണ്? നോർത്ത് ബ്രൂക്ക് പ്രഭു. ഏത് വർഷം? 1872. 1872 മയോ പ്രഭു സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷെ 1872 കൂക്ക കലാപം അടിച്ചമർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആര് പേര് തന്നെ പറയണം? നോർത്ത് ബ്രൂക്കിന്റെ പേര് തന്നെ പറയണം. നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്താണ് 1874 മുതൽ 1879 വരേക്കും ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നേരിട്ടത്. ഇവിടെ നോർത്ത് ബ്രൂക്കിന്റെ കാലയളവ് നമ്മൾ പറഞ്ഞത് 1876 വരെയാണ്. ആ കാലയളവിൽ ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം ആരംഭിച്ചു എന്ന കാര്യം മനസ്സിലുണ്ടാവണം. 1874 ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നേരിട്ടത്. 1879 വരെ അത് തുടരുകയും ചെയ്തു. അപ്പോൾ നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ക്ഷാമം അത് കഴിഞ്ഞ് വരുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു ക്ഷാമം കാരണം അത് കഴിഞ്ഞ് വരുന്ന ഭരണാധികാരി അത് മൈൻഡേ ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യക്കാർ ഒരു പേരൊക്കെ ഇട്ട് വിളിച്ചു. അത് നമ്മൾ പഠിക്കും. അപ്പോൾ 1874 മുതൽ 1879 വരെ ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നേരിട്ടു. ആ ക്ഷാമം ആരംഭിച്ചത്
നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്ത്, അതായത് 1874. ഓക്കെ. അടുത്ത് പറയുന്നു 1875 വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനം നടന്നത് നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്തിൽ 1875 ഈ വെയിൽസ് രാജകുമാരനെ കുറിച്ച് ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ പഠിക്കും, കേരള ചരിത്രത്തിൽ പഠിക്കും. വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം 1875 വെയിൽസ് രാജകുമാരന്റെ രണ്ടാം ഇന്ത്യ സന്ദർശനം ഏത് വർഷമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 1921 അത് നിങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കും. പക്ഷെ പ്രാധാന്യത്തോടെ പഠിക്കുന്നത് എവിടെയാ? കേരള ചരിത്രത്തില്, പ്രത്യേകിച്ച് കേരള നവോത്ഥാനത്തിൽ നിങ്ങൾ പഠിക്കും. ഇതുകൂടാതെ മലയാള ഭാഷ പഠിക്കുമ്പോൾ, മലയാളം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നതെന്നായിരിക്കും ചിലപ്പോൾ സംശയം, അല്ലെ? കുറച്ചുപേർക്ക് ഓർമ്മ വന്നെന്ന് ഞാൻ കരുതുന്നു. വെയിൽസ് രാജകുമാരന്റെ രണ്ടാം ഇന്ത്യ സന്ദർശനം 1921 ആ സമയത്താണ് കുമാരനാശാന്റെ കവിതകൾ ഇഷ്ടപ്പെട്ട വെയിൽസ് രാജകുമാരൻ നമ്മുടെ കുമാരനാശാന് പട്ടും വളയും സമ്മാനിക്കുന്നത്. പക്ഷെ കുമാരനാശാൻ ആദരവോടുകൂടി തന്നെ അതെന്ത് ചെയ്തു? വേണ്ടാന്ന് നിരാകരിച്ചു, അല്ലെ? അപ്പൊ കുമാരനാശാന് പട്ടും വളയും നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വെയിൽസ് രാജകുമാരനാണ്. എപ്പോഴ്? 1921. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രണ്ടാം സന്ദർശനമായിരുന്നു. വെയിൽസ് രാജകുമാരന്റെ ആദ്യ സന്ദർശനം, വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം എന്നായിരുന്നു 1875. ആരുടെ കാലഘട്ടത്ത്? നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ. 1876 സൈനിക നേതാവിയായ സാലിസ്ബറിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു. ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. പക്ഷെ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ വൈസ്രോയി ആരാണ്? ആരാണ്? നോർത്ത് ബ്രൂക്ക് ആണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആരുടെ പേര് വരും? റിപ്പൺ പ്രഭുവിന്റെ പേര് വന്നേക്കും. ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ റിപ്പൺ പ്രഭുവിന്റെ പേരിലേക്കായിരിക്കും വരിക. പക്ഷെ അദ്ദേഹമാണോ? അല്ല. അദ്ദേഹം രണ്ടാമത്തെ വൈസ്രോയിയാണ് കേട്ടോ. രാജിവെച്ച രണ്ടാമത്തെ വൈസ്രോയിയാണ് റിപ്പൺ. ആദ്യ വൈസ്രോയി എന്ന് പറയുന്ന ആരാണ്? നോർത്ത് ബ്രൂക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. 1876 സൈനിക മേധാവിയായ സാലിസ്ബറി എന്ന വ്യക്തിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആയിരുന്നു ആര്? നമ്മുടെ നോർത്ത് ബ്രൂക്ക്. അപ്പൊ രാജിവെച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? നോർത്ത് ബ്രൂക്ക് ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? പൂർണ്ണമായിട്ട് നോർത്ത് ബ്രൂക്കിന്റെ കഥ ഇവിടെ അവസാനിക്കാൻ. നോർത്ത് ബ്രൂക്ക് കാലയളവ് 1872 മുതൽ 1876 വരെ. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യ വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക്. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് ഒന്നാമൻ എന്ന് പറയണം. 1872 കൂക്ക കലാപം അടിച്ചമർത്തി. 1874 മുതൽ 79 വരെ ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നേരിട്ടു. ആ ക്ഷാമം ആരംഭിച്ചത് നോർത്ത് ബ്രൂക്കിന്റെ കാലഘട്ടത്താണ്. 1875 വെയിൽസ് രാജകുമാരൻ എഡ്വേർഡ് ഏഴാമന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനം. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക് ആയിരുന്നു. 1876 സൈനിക മേധാവിയായ സാലിസ്ബറിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്ന ആരാണ്? സാലിസ്ബറിയാണ്. നമ്മുടെ സാലിസ്ബറി അഭിപ്രായ വ്യത്യാസം രാജിവെച്ച നോർത്ത് ബ്രൂക്ക് ആണ്. അപ്പൊ ആദ്യ രാജിവെച്ച ബ്രിട്ടീഷ് വൈസ്രോയി നോർത്ത് ബ്രൂക്ക് ആണ് എന്ന കാര്യം മറക്കരുത്. ഇനി അടുത്ത് പറയുന്നു, രാജിവെച്ച ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വാറൻ ഹേസ്റ്റിങ്സ്. നമ്മൾ പഠിച്ചതാണ്, അല്ലെ? വാറൻ ഹേസ്റ്റിങ്സ്. ക്ലിയർ? അപ്പൊ ചോദ്യം മനസ്സിലാക്കി മാത്രം മനസ്സിലേക്ക് പോകാൻ ശ്രമിക്കണം. രാജിവെച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി നോർത്ത് ബ്രൂക്ക്. രാജിവെച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സുമാണ്. അങ്ങനെ ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഇന്ത്യയുടെ വൈസ്രോയിയെ എത്തുന്നത് ലിട്ടൺ പ്രഭു. അപ്പൊ ലിട്ടൺ പ്രഭു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്താഗതിയുണ്ട്. എനിക്ക് മുമ്പ് ഇന്ത്യയിൽ വൈസ്രോയിയായി സേവനം ചെയ്ത വ്യക്തികളെ അപേക്ഷിച്ച് കൂടുതൽ നല്ല ആളാണെന്ന് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ധരിപ്പിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആധികാരിക നേതാവ് ആരാണ്? ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണ്. ആ സമയത്ത് നമ്മുടെ ലിട്ടൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയി ആകുമ്പോൾ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു ഭരിച്ചിരുന്നത് വിക്ടോറിയ രാജ്ഞി. അതുകൊണ്ട് തന്നെ വിക്ടോറിയ രാജ്ഞിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ആര് ശ്രമിച്ചത്? ലിട്ടൺ പ്രഭു ശ്രമിച്ചത്. അത് തന്നെ അദ്ദേഹത്തിന് പിന്നീട് ഇന്ത്യൻ ചരിത്രകാരന്മാര് ഇന്ത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ കാരണമായതും ഈ ഒരു പ്രവൃത്തി തന്നെയാണ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലിട്ടൺ പ്രഭു ഇന്ത്യയിലെ വൈസ്രോയിയായി സേവനം ചെയ്തത്
1876 മുതൽ 1880 വരെ. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന, ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു ലിട്ടൺ പ്രൂഫ് ചെയ്ത കാര്യം. അതിൽ ആദ്യ ഘട്ടമാണ് 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 1858 നവംബർ 1 മുതൽ, അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്തിന്റെ കീഴിലായി മാറി? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലായി. ലോകത്ത് അതുപോലെ ഒട്ടനവധി രാജ്യങ്ങൾ, ഒട്ടനവധി കോളനികൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലുണ്ട്. അതിലൊന്ന് മാത്രമായിരുന്നു ഇന്ത്യ. 1876 ലിട്ടൺ പ്രഭു റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കുകയും വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ചു. എന്നിട്ട് വിക്ടോറിയ രാജ്ഞിയോട് പറഞ്ഞു, അല്ലയോ രാജ്ഞി, താങ്കൾ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ ചക്രവർത്തിനി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അതുപ്രകാരം വിക്ടോറിയ രാജ്ഞി 1877 ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ 1876 റോയൽ ടൈറ്റിൽ ആക്ട്. അതിൽ വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി അഥവാ എംപ്രസ് ഓഫ് ഇന്ത്യയായി പ്രഖ്യാപിച്ചു. റോയൽ ടൈറ്റിൽ ആക്ട് വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ കൂടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ചു. ആ ചക്രവർത്തിയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ, എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ 1877 വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വിക്ടോറിയ രാജ്ഞിയല്ലേ, ബ്രിട്ടന്റെ രാജ്ഞിയല്ലേ? യെസ്, വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. 1877 ഡൽഹിയിൽ വെച്ച് ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ വെച്ച് ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് ആരായിരുന്നു? ലിട്ടൺ പ്രഭു. എന്തിനു വേണ്ടി? വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ. അപ്പൊ വിക്ടോറിയ രാജ്ഞി ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് 1877. വിക്ടോറിയ രാജ്ഞിയുടെ സന്ദർശന വേളയിൽ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് ആരായിരുന്നു? 1877 ലിട്ടൺ പ്രഭു ആയിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു പോയിന്റ് പറഞ്ഞു തരാം. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാജാക്കന്മാരുടെ രാജാവ്. ചക്രവർത്തി എന്ന് പറഞ്ഞാലോ രാജാക്കന്മാരുടെ രാജ്ഞി എന്നാണ്. അതായത് ഒട്ടനവധി രാജാക്കന്മാരുണ്ട്, അവരുടെ അധികാരം നിർവഹിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ചക്രവർത്തി എന്ന് വിളിക്കുക. രാജാക്കന്മാരുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജ്ഞിയാണ് നമ്മൾ ചക്രവർത്തി അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് വിളിക്കുക. ഇന്ത്യയിൽ ഒട്ടനവധി നാട്ടുരാജാക്കന്മാരുണ്ട്. ആ നാട്ടുരാജാക്കന്മാരുടെ എല്ലാം തലപ്പത്താണ് വിക്ടോറിയ രാജ്ഞിയെ ആര് പ്രതിഷ്ഠിക്കുന്നത്? ലിട്ടൺ പ്രഭു. അതുകൊണ്ട് തന്നെ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനി സ്ഥാനം ഏറ്റെടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെത്തിച്ചേരും? ഇന്ത്യയില് ഏകദേശം എല്ലാ നാട്ടുരാജാക്കന്മാരും ഈ വിരുന്നിൽ പങ്കെടുത്തു. ഈ വിരുന്നിൽ പങ്കെടുത്ത എല്ലാ നാട്ടുരാജാക്കന്മാർക്കും വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്തു? വിക്ടോറിയ രാജ്ഞി ചക്രവർത്തിയാണ്, അതിന്റെ കീഴിലാണ് ആര്? രാജാക്കന്മാർ. 1877 വിക്ടോറിയ രാജ്ഞി ഇന്ത്യയിൽ എത്തിച്ചേർന്ന വേളയിൽ ഈ ഗ്രാൻഡ് ദർബാറിൽ പങ്കെടുത്ത എല്ലാ നാട്ടുരാജാക്കന്മാർക്കും വിക്ടോറിയ രാജ്ഞി മഹാരാജ എന്ന ടൈറ്റിൽ നൽകി. ഈ മഹാരാജ എന്ന ടൈറ്റിൽ ബ്രിട്ടീഷുകാർ നൽകിയ ടൈറ്റിലാണ്. ആ ടൈറ്റില് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ 18ാമത്തെ വകുപ്പ് പ്രകാരം നിരോധിക്കപ്പെട്ട സ്ഥാനപ്പേരുമാണ്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും, അതായത് ഈ ഗ്രാൻഡ് ദർബാറിൽ പങ്കെടുത്ത എല്ലാ നാട്ടുരാജാക്കന്മാർക്കും മഹാരാജ എന്ന പദവി നൽകിയത് ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വളരെ പ്രാധാന്യമുണ്ട്, മറന്നുപോകുന്നത്. ഈ വിരുന്നിൽ തിരുവിതാംകൂർ രാജാവ് പങ്കെടുത്തിരുന്നോ? തീർച്ചയായിട്ടും. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ഐല്യം തിരുനാളായിരുന്നു. ഐല്യം തിരുനാള് ഈ വിരുന്നിൽ പങ്കെടുക്കുകയും വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി നേടുകയും ചെയ്തു, എന്ന പേര് നേടുകയും ചെയ്തു. ഓക്കെ അല്ലെ? തിരുവിതാംകൂർ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നു, ആധികാരികമായി പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ലിട്ടൺ പ്രഭു ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കാലഘട്ടം 1876 മുതൽ 1880 വരെ. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. അതുപ്രകാരം വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി എംപ്രസ് ഓഫ് ഇന്ത്യയായി പ്രഖ്യാപിക്കുക. അത് നമ്മൾ പറയുന്നു 1877 ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചു ഡൽഹിയിൽ വെച്ച്. ഈ ഗ്രാൻഡ് ദർബാറിൽ എന്തിനു വേണ്ടിയാ സംഘടിപ്പിക്കുന്നത്? വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ, അല്ലെങ്കിൽ വിക്ടോറിയ രാജ്ഞിയോടുള്ള ആദരസൂചകമായിട്ടാണ് സംഘടിപ്പിക്കുക. ഈ വിരുന്നില് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ പങ്കെടുത്തു. ആ നാട്ടുരാജാക്കന്മാർക്ക് വിക്ടോറിയ രാജ്ഞി എന്ത് കൊടുത്തു? മഹാരാജ എന്ന പദവിയും നൽകി. അങ്ങനെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ഐല്യം തിരുനാളാണ് മഹാരാജ എന്ന പദവി ലഭിച്ച ആദ്യ വ്യക്തി. അദ്ദേഹത്തിന് മഹാരാജ എന്ന പദവി നൽകുന്നത് ആരാണ്? വിക്ടോറിയ രാജ്ഞിയുമാണ്. ക്ലിയർ ആണ്?
അടുത്ത് പറയുന്നു, ഈ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയാണ്. ശരിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയായി പ്രഖ്യാപിക്കുന്നത് 1771 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. അന്നോട്ട് കൽക്കട്ട തന്നെയാണ് ആസ്ഥാനം. കൽക്കട്ടയിൽ ആ സമയത്ത് എന്താണ്? ക്ഷാമം നടക്കുകയാണ്. അല്ലേ? ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളില് കനത്ത ക്ഷാമം ആരംഭിച്ചത് 1874. ആ ക്ഷാമം എന്ന് അവസാനിക്കുന്നത് 1879 നമ്മൾ പഠിച്ചു. അല്ലെ? നോർത്ത് ബ്രൂക്ക് പഠിച്ചപ്പോ. യെസ്. അപ്പോ ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നടക്കുന്ന സമയത്ത് വരവിൽ കവിഞ്ഞുള്ള ചിലവ് വരുന്ന ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ പത്രങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 1877 ഗ്രാൻഡ് ദർബാറിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിലെ പത്രങ്ങൾ നമ്മുടെ വൈസ്രോയിയായ ലിട്ടൺ പ്രഭുവിനെതിരെ വാർത്ത കൊടുത്തു. ഇതിൽ ആർക്ക് ദേഷ്യമുണ്ടായി? നമ്മുടെ ലിട്ടൺ പ്രഭുവിന്. അതുകൊണ്ടാണ് അദ്ദേഹം 1878 പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയത്. പ്രാദേശിക പത്രഭാഷാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പത്രങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ എന്ത് വാർത്തയാണോ പ്രസിദ്ധീകരിക്കുന്നത് ആ വാർത്തകൾ ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടെ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. കാരണം ഈ പ്രാദേശിക ഭാഷയിൽ അച്ചടിക്കുന്ന പത്രത്തില് നമ്മുടെ ലിട്ടൺ പ്രഭുവിനെതിരെ വിമർശനം ഉണ്ടായിരുന്നെങ്കിലും ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഇത് മനസ്സിലായില്ല. കാരണം പ്രാദേശിക ഭാഷ ബ്രിട്ടീഷുകാർക്ക് അറിയില്ല. അവർക്കറിയുന്നുള്ള ഇംഗ്ലീഷ് ഭാഷയാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകളിൽ തങ്ങൾക്കെതിരെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ പത്രപ്രവർത്തകർ എന്ത് ചെയ്യുന്നു? പ്രചരണം നടത്തുന്നു എന്ന കാര്യം മനസ്സിലായപ്പോൾ പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവരികയും പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പത്രങ്ങളും എന്തൊക്കെ വാർത്തകളാണ് അച്ചടിക്കുന്നത് ആ അച്ചടിക്കുന്ന വാർത്തകൾക്ക് മുൻകൂർ അനുമതി വാങ്ങണമെന്നതായിരുന്നു പ്രാദേശിക പത്രഭാഷാ നിയമം. ചുരുക്കി പറഞ്ഞാൽ പത്രസ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലായിരുന്നു ഇത് ഈ പ്രാദേശിക പത്രഭാഷാ നിയമം. എന്നിട്ട് 1878 ഇന്ത്യൻ ആയുധ നിയമം പാസാക്കി. ഇന്ത്യൻ ആയുധ നിയമം പാസാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ആരെങ്കിലും ആയുധം കൈവയ്ക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അത് തെറ്റായൊരു പരിപാടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് നിയമാനുസൃതമാണ്. ആരെങ്കിലും നിയമം കൈവശം വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൈസൻസ് നേടണമെന്ന് പറഞ്ഞു. ഇന്ത്യക്കാർ ആയുധം കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വാങ്ങണം. അഥവാ ഇന്ത്യൻ ആയുധ നിയമം പാസാക്കി. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിന് നിയമസാധുതയുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയത് എന്താണ്? തെറ്റാണ്. ശരിയല്ലേ? ഇന്ത്യക്കാരെ സംബന്ധിച്ച് തെറ്റായ കാര്യം തന്നെയാണ്. ഈ രണ്ട്, ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് എന്താണ്? തെറ്റാണ്. ശരിയാണ്. എന്നാൽ ഇന്ത്യൻ ആയുധ നിയമം പാസാക്കിയത് നിയമാനുസൃതമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. 1878 ഏകീകൃത ഉപ്പ് നിയമം പാസാക്കി. ഏകീകൃത ഉപ്പ് നിയമം പാസാക്കി. വളരെ പ്രാധാന്യത്തോടെ പഠിക്കണം. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത ഉപ്പ് നിയമം പാസാക്കിയത് 1878 ആരായിരുന്നു? ലിട്ടൺ പ്രഭു ആയിരുന്നു. ലിട്ടൺ പ്രഭു ആയിരുന്നു. ഓക്കെ. അപ്പോ PSC ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത ഉപ്പ് നിയമം പാസാക്കിയത് ഏത് വർഷമെന്നായിരുന്നു PSCയുടെ ചോദ്യം. എന്നിട്ട് ഈ ചോദ്യകർത്താവ് കുട്ടികളെ തെറ്റിക്കാൻ, വിദ്യാർത്ഥികളെ തെറ്റിക്കാൻ, നമ്മളെ തന്നെ ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എഴുതുന്നവരെ തെറ്റിക്കണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കുഴപ്പിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ ചോദ്യകർത്താവ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് എന്ത് കൊടുത്തു? 1930 കൊടുത്തു. ഉദ്യോഗാർത്ഥികളെല്ലാം പരീക്ഷയുടെ ടെൻഷൻ ഇരുന്നപ്പോ ഫസ്റ്റ് ഓപ്ഷൻ 1930. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? 1930 എഴുതി വെച്ചു. കാരണം എന്താ? ഉപ്പ് സത്യാഗ്രഹം 1930 അത് വെച്ച് വിചാരിച്ചിട്ട് 1930 എഴുതി വെച്ചിട്ട് പോന്നു. ഒരുപാട് പേര് തെറ്റിച്ച ചോദ്യമാണത്. ഒരുപാട് പേര് തെറ്റിച്ച ചോദ്യം. ഏകീകൃത ഉപ്പ് നിയമം പാസാക്കിയത് മറക്കരുത്, 1878. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 എന്ന് പറഞ്ഞാൽ ഉപ്പ് നിയമം പാസാക്കിയത് 1930 എന്നാണോ അർത്ഥം? ഒരിക്കലും അല്ല. ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏത് സമരത്തിന്റെ ഭാഗമാണ്? നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സമര പരിപാടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടന്ന രണ്ടാമത്തെ സമരം. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ സമരം നിയമലംഘന പ്രസ്ഥാനമാണ്. അഖിലേന്ത്യാ തലത്തിൽ നടന്ന രണ്ടാമത്തെ പ്രക്ഷോഭമായിരുന്നു, സമരമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം. നിയമം ലംഘിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുക. അതില് ഇന്ത്യൻ ആകമാനം നിയമം ലംഘിക്കണമെങ്കിൽ കൂടുതൽ ജനങ്ങൾ പാലിക്കുന്ന നിയമമായിരിക്കണം.
എന്നതായിരുന്നു ചിന്ത. അതുകൊണ്ടാണ് അവിടെ ഉപ്പ് നികുതി ലംഘിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഉപ്പ് നികുതി ലംഘിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉപ്പ് നിർമ്മിച്ച് അത് ഉപയോഗിക്കുന്നത്. ഉപ്പ് സ്വയം നിർമ്മിച്ച് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഉപ്പ് നികുതി നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ ആ സമയത്താണ് ഉപ്പ് നികുതി നിയമം പാസ്സാക്കിയതെന്ന് വിചാരിക്കരുത്. കേട്ടോ? അപ്പോ ഏകീകൃത ഉപ്പ് നികുതി നിയമം പാസ്സാക്കിയത് എന്നാണ് 1878 ലിട്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഉപ്പിന് നികുതി കൊടുക്കണം. അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? ഇനി ഇനി തെറ്റായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. നമുക്കറിയാം 1854 ഡൽഹൌസിയുടെ കാലഘട്ടത്താണ് ഇന്ത്യയിൽ ആദ്യമായി കലാലയ വിദ്യാഭ്യാസത്തിന്, കോളേജ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുക. ശരിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കണമെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണമായിരുന്നു. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. 5 വയസ്സ് പൂർത്തിയായ ഇന്ത്യക്കാർക്ക് മാത്രമേ സ്കൂളിൽ പ്രവേശനമുള്ളൂ. അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. വെറുതെ ചിന്തിക്കുക, ഇതെന്തുകൊണ്ടാണ് തെറ്റായി മാറിയത്. നമ്മളൊക്കെ എത്രാമത്തെ വയസ്സിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്? 1884 വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്നും പിന്തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അതേ ഏജിലായിരിക്കും അന്നും ഓരോ കോഴ്സും പാസ്സാവുന്നത്. നമ്മളൊക്കെ ഡിഗ്രി പാസ്സാവുന്നത് എപ്പോഴാണ്? ഡിഗ്രി ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ബിരുദമുണ്ടെങ്കിൽ മാത്രം. നമ്മളൊക്കെ ബിരുദം എപ്പോഴാണ് പാസ്സാവുന്നത്? പ്ലസ് ടു പാസ്സാവുന്നത് 17 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോൾ, ബിരുദം പാസ്സാവുന്നത് 20 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോൾ. ശരിയാണേ? 20 വയസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ ബിരുദം നേടിയിട്ടുള്ളത്. ബിരുദം നമുക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബിരുദം നേടിക്കഴിഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ കഴിയുമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ്? 1854 ഏത് നിയമം അനുസരിച്ച്? 4ാമത്തെ ചാർട്ടർ നിയമം. 1853 4ാം ചാർട്ടർ നിയമം അനുസരിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ ആരംഭിക്കുക. ആണേ? അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ചത് 1854 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. അതുപ്രകാരം സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി, അപ്പർ ഏജ് ലിമിറ്റ് 21 ആയിരുന്നു. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡിഗ്രി നേടണമെങ്കിൽ 20 വയസ്സാകുമ്പോഴേ ഡിഗ്രി കിട്ടത്തുള്ളൂ, ബിരുദം കിട്ടത്തുള്ളൂ, എങ്കിലേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പ്രായപരിധി 21 നിന്ന് എത്രയായി കുറച്ചു? 19 കുറച്ചു. അതിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യക്കാരും എന്ത് ചെയ്യാൻ പാടില്ല? സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പാടില്ല. അതായിരുന്നു ഉദ്ദേശം. കാരണം എന്താ? ഈ വിദ്യാഭ്യാസമുള്ളവരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇദ്ദേഹം ചെയ്ത ഗ്രാൻഡ് ദർബാറിനെ എതിർത്തു. ലിട്ടൺ പ്രഭുവിന്റെ ഗ്രാൻഡ് ദർബാറിനെ വിമർശിച്ചു. അതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. ഇന്ത്യക്കാരെ പൂർണ്ണമായും സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? പഠിച്ച് 10ാം ക്ലാസ്സും പാസ്സാവാം, ബിരുദവും പാസ്സാവാം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ല, യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ 12 വയസ്സിനുള്ളിൽ ബിരുദം കരസ്ഥമാക്കിയ വ്യക്തി, ബിരുദം കരസ്ഥമാക്കിയ ബാലൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സമ്പ്രദായമല്ല. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നും കൃത്യമായി പഠിച്ച് തന്നെ എത്തിയാലേ നമുക്ക് ബിരുദം നേടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശിക പത്രഭാഷാ നിയമം. ഓക്കെ. 2, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചത്. പിന്നെ ഗ്രാൻഡ് ദർബാർ. ഇത് 3ഉം ഇദ്ദേഹം ചെയ്ത തെറ്റായ കാര്യങ്ങളെന്ന് പറയാം. ഇതിൽ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് പിന്നെ മാറ്റാനായിട്ട് പറ്റത്തില്ല. പൈസയൊക്കെ ചിലവായിപ്പോയി, അല്ലേ? പിന്നെ നമുക്ക് തിരുത്താൻ കഴിയുന്നത് എന്താ? ഈ പ്രാദേശിക പത്രഭാഷാ നിയമവും തിരുത്താം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 19 കുറച്ചത് തിരുത്തുവാനും കഴിയും. അത് തിരുത്തിയത് ഇതിന് ശേഷം വന്ന റിപ്പൺ പ്രഭുവായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ആരെ ഇഷ്ടപ്പെട്ടു? റിപ്പൺ പ്രഭുവിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ റിപ്പൺ പ്രഭുവിനെ എന്തെന്ന് വിളിക്കുന്നത്? ജനകീയനായ വൈസ്രോയി, ദ മോസ്റ്റ് പോപ്പുലർ വൈസ്രോയി എന്ന് വിളിക്കുന്നത്. കേട്ടോ? നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിപ്പണിനെ കുറിച്ച് പഠിക്കുക. ഇദ്ദേഹം ചെയ്ത തെറ്റായ കാര്യങ്ങൾ തിരുത്തിയ വ്യക്തിയാണ് ആര്? റിപ്പൺ പ്രഭു. അത് മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയുന്നു, 1879 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ഇയാൾ കുറച്ച് തെറ്റൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹം തന്നെ വിചാരിച്ചു, ഞാനിനി നല്ല കാര്യങ്ങൾ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ 1879 ഇദ്ദേഹം ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. എവിടത്തേക്കുള്ള ക്ഷാമം പരിശോധിക്കാനായിരിക്കും?
1874 തൊട്ട് 79 വരെയായിരുന്നു ബീഹാറിലും ബംഗാളിലും അതികഠിനമായ ക്ഷാമം നേരിട്ടത്. അല്ലെ? 1879 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? റിച്ചാർഡ് സ്റ്റാർക്കി. അപ്പോൾ റിച്ചാർഡ് സ്റ്റാർക്കി ക്ഷാമ കമ്മീഷൻ ഏത് വർഷമാണ്? 1879. റിച്ചാർഡ് സ്റ്റാർക്കി ക്ഷാമ കമ്മീഷൻ എന്നായിരുന്നു 1879. ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ എന്നായിരുന്നു 1866. ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ന് പറയണം? 1866 പറയണം. ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ 1866ലും റിച്ചാർഡ് സ്റ്റാർക്കി ക്ഷാമ കമ്മീഷൻ എന്നു ചോദിച്ചാൽ എന്നൊന്ന് പറയണം? 1879 എന്നും പറയണം. ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷനെ നിയമിച്ച ആരാ? ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ 1866 നിയമിച്ച ആരാ? 1866 നിയമിച്ച ആരാ? നമുക്കറിയാം, ജോൺ ലോറൻസ്. 1879 റിച്ചാർഡ് സ്റ്റാർക്കി ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ആരാ? ലിട്ടൺ പ്രഭു. ഓക്കെ. ഇനി ഈ ക്ഷാമ കമ്മീഷൻ കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ 1879 ലിട്ടൺ പ്രഭു ഡാര പാസാക്കി. ഡാര പാസാക്കി എന്ന് പറയുക. PSC 10ാം തരം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഡാര പാസാക്കിയത് ആര്? മലയാളവൽക്കരിച്ച് ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഡാര. ഈ DARA ആണ് പാസാക്കിയത്. ഡാര പാസാക്കി. ഓക്കെ, ഡാര പാസാക്കി. ഡാര എന്ന് പറഞ്ഞാൽ എന്താണ്? DARA. പൂർണ്ണരൂപം എന്താ? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഓക്കെ. അപ്പോൾ റിച്ചാർഡ് സ്റ്റാർക്കി ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ലിട്ടൺ പ്രഭു ആണ് 1879. അതേ വർഷം തന്നെ 1879 ലിട്ടൺ പ്രഭു ഡാര പാസാക്കി, അഥവാ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ആ പൂർണ്ണ രൂപത്തിൽ തന്നെ ഉണ്ട്. ഡെക്കാനിലെ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം വിതരണം ചെയ്യുക, അല്ലെ? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസാക്കി. ഇദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു കേട്ടോ. അതുകൊണ്ട് സാഹിത്യകാരന്മാർ സ്വന്തം പേരിൽ എഴുതാറില്ല, അല്ലെ? മറ്റു പേരിൽ എഴുതാം, അല്ലെ? അദ്ദേഹത്തിന്റെ തൂലികാനാമം ഓവൻ മെറിഡിത്ത്. അപ്പൊ ലിട്ടൺ പ്രഭു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താണ്? ഓവൻ മെറിഡിത്ത്. സാഹിത്യകാരനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവിന്റെ തൂലികാനാമം ഓവൻ മെറിഡിത്ത്. ഇദ്ദേഹം ജനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്, അല്ലെ? ക്ഷാമം നടന്നു തുടങ്ങുമ്പോൾ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചു. അത് വിമർശിച്ച പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടി സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള ഉയർന്ന പ്രായപരിധി അപ്പർ ഏജ് ലിമിറ്റ് 21 നിന്ന് 19 കുറച്ചു, അല്ലെ? അതുകൊണ്ട് ഇദ്ദേഹത്തെ ചരിത്രകാരന്മാർ എന്തെന്ന് വിളിക്കുന്നു? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. പിന്തിരിപ്പൻ നയമുള്ള വ്യക്തി, അല്ലെ? നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അങ്ങനെ പറയാം, പിന്തിരിപ്പൻ നയം. അപ്പൊ പിന്തിരിപ്പൻ നയമുള്ള വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ വൈസ്രോയി ആണ് ആര്? നമ്മുടെ ലിട്ടൺ പ്രഭു. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓർമ്മിച്ചേക്കാമോ? അപ്പോൾ ലിട്ടൺ പ്രഭുവിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ലിട്ടൺ പ്രഭു നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ പഠിച്ച നോർത്ത് ബ്രൂക്കിനെയും ലിട്ടൺ പ്രഭുവിനെയും ആധികാരികമായി നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ലിട്ടൺ പ്രഭു പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? ലിട്ടൺ പ്രഭു ചെയ്ത ഈ തെറ്റായ കാര്യങ്ങൾ തിരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അടുത്ത ആര് വരിക? റിപ്പൺ പ്രഭു വരിക. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക. ഇത് ഇത്രയും പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ലിട്ടൺ പ്രഭു റിവിഷൻ ചെയ്താലോ? ലിട്ടൺ പ്രഭു കാലയളവ് 1876 മുതൽ 1880 വരെ. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി, അഥവാ എംപ്രസ് ഓഫ് ഇന്ത്യയായി പ്രഖ്യാപിച്ചു. അത് പ്രകാരം 1877 ഗ്രാൻഡ് ദർബാർ ഡൽഹിയിൽ സംഘടിപ്പിച്ചു. ആർക്ക് വേണ്ടി? വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യ സന്ദർശനങ്ങളെ. 1878 പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കി. 1878 ഇന്ത്യൻ ആയുധ നിയമം പാസാക്കി. 1878 ഏകീകൃത ഉപ്പ് നികുതി നിയമം പാസാക്കി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. 1879 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ആ ക്ഷാമ കമ്മീഷന്റെ അധ്യക്ഷൻ റിച്ചാർഡ് സ്റ്റാർക്കി. 1879 ഡാര പാസാക്കി. എന്താണ് ഡാര? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. അതിൽ ആക്ട് എന്ന് പറയുന്നത് A ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡാര പാസാക്കി എന്ന് പറയുന്നത്. ഡാര ആക്ട് പാസാക്കി എന്ന് ചില സ്ഥലങ്ങളിൽ കാണേണ്ട തെറ്റാണ്. ഡാര പാസാക്കി. ഡാരയുടെ പൂർണ്ണരൂപം ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഓക്കെ. തൂലികാനാമം എന്ന് പറയുന്നത് ഓവൻ മെറിഡിത്ത്. സാഹിത്യകാരനായ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു തന്നെ. നമ്മളിന്ന് പഠിച്ചത് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? നമ്മൾ നോർത്ത് ബ്രൂക്ക് തൊട്ടാണ് പഠിച്ചത്, അല്ലേ? ഇന്ന് വൈസ്രോയിമാരുടെ 4ാമത്തെ ഭാഗത്ത് നോർത്ത് ബ്രൂക്ക്. കാലയളവ് 1872 മുതൽ 76 വരെ.
സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യ വൈസ്രോയി, സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഹാർഡിൻസ് ഫസ്റ്റുമാണ്. 1872 കൂക്ക കലാപം അടിച്ചമർത്തി. 1874 മുതൽ 79 വരെ ബീഹാറിലും ബംഗാളിലും കനത്ത ക്ഷാമം നേരിട്ടു. ആ ക്ഷാമം ആരംഭിച്ചത് 1874 നോർത്ത് ബ്ലോക്കിന്റെ കാലഘട്ടത്തിൽ. 1875 നോർത്ത് ബ്ലോക്കിന്റെ കാലഘട്ടത്താണ് വെയിൽസ് രാജകുമാരൻ എഡ്വേർഡ് ഏഴാമന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനം. 1876 സൈനിക മേധാവിയായ സാലിസ്ബറിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു. രാജിവെച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? നോർത്ത് ബ്രൂക്കാണ്. രാജിവെച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സുമാണ്. നമ്മൾ പഠിച്ചതാണ്. ലിട്ടൺ പ്രഭു. കാലയളവ് 1876 മുതൽ 1880 വരെ. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയെ അഥവാ എംപ്രസ് ഓഫ് ഇന്ത്യയെ പ്രഖ്യാപിച്ചു. 1877 ഗ്രാൻഡ് ദർബാർ ഡൽഹിയിൽ സംഘടിപ്പിച്ചു, വിക്ടോറിയ രാജ്ഞിയുടെ ആദരസൂചകമായിട്ട്. തുടർന്ന് പറയുന്നു പ്രാദേശിക പത്രഭാഷാ നിയമം 1878 പാസാക്കി. അത് തെറ്റായ കാര്യമായിരുന്നു. 1877 ഇന്ത്യൻ ആയുധ നിയമം പാസാക്കി. 1878 ഏകീകൃത ഉപ്പ് നികുതി നിയമം പാസാക്കി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. അപ്പർ ഏജ് ലിമിറ്റ് ആണ്. പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പലർക്കും സിവിൽ സർവീസ് അപേക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 1879 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റാർക്കി. 1879 ഡാര പാസാക്കി, ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. തൂലികാ നാമം എന്ന് പറയുന്നത് ഓവൻ മെറിഡത്താണ്. സാഹിത്യകാരനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ലിട്ടൺ പ്രഭു തന്നെ. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു തന്നെയാണ്. ലിട്ടൺ പ്രഭു ചെയ്ത 2 തെറ്റായ കാര്യങ്ങൾ അതൊക്കെ 1878 പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കി. 1878 തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. ഇത് രണ്ടും തിരുത്തിയ വ്യക്തിയാണ് ആര്? റിപ്പൺ പ്രഭു. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിപ്പൺ പ്രഭുവിനെ കുറിച്ച് ആധികാരികമായി പഠിക്കും. റിപ്പൺ പ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജനകീയനായ വൈസ്രോയി എന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഇന്ത്യക്കാർക്ക് ഫേവറായി ചെയ്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ഫേവറായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് റിപ്പൺ പ്രഭുവിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിപ്പൺ പ്രഭുവിനെ കുറിച്ച് പഠിക്കാം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ, അടുത്ത ക്ലാസ്സിൽ.